നമസ്കാരം. സീസൺ 3-ൽ റംസാൻ പ്രീവിയസ് കണ്ടന്റ് റംസാൻ ചെയ്ത അതേ ഒരു ഇൻസിഡന്റ്, അതായത് സഹമത്സരാർത്ഥിയെ ചെരുപ്പെടുത്തെറിയുക എന്നൊരു ഇൻസിഡന്റ് ഇന്ന് നടന്നിരിക്കുകയാണ്. ആര്യനാണ് അഭിലാഷിനെ ചെരുപ്പെടുത്തെറിഞ്ഞത്. അതിലേക്ക് നയിച്ച സംഭവങ്ങൾ എന്താണ്, ബാക്കി ഇന്ന് ബിഗ് ബോസിൽ നടന്ന ഇൻസിഡൻസ് എന്തൊക്കെയാണ്, ടാസ്ക് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇന്നലെ തന്നെ 1750 പോയിന്റിന്റെ മൈൻ ഗെയിം ഹൗസ് അംഗങ്ങൾ കളഞ്ഞു കുടിച്ചിരുന്നു. ഇതിൽ സങ്കടം തോന്നിയ ബിഗ് ബോസ് ദാനമായി ഒരു 1050 പോയിന്റിന്റെ ടാസ്ക് കൊടുക്കുകയാണ്. അത് വളരെ ഈസിയുള്ള ഒരു ടാസ്ക്കാണ്. അതായത് 7 ഡിബേറ്റ് ടാസ്കുകളാണ്. ബിഗ് ബോസ് കൊടുക്കുന്ന സബ്ജക്റ്റിൽ 7 പേര് സംസാരിക്കണം. അതിൽ ആര് ജയിച്ചാലും 150 പോയിന്റ്, അങ്ങനെ 7 മത്സരങ്ങളിൽ നിന്ന് 1050 പോയിന്റ്. അത് അനീഷും, അതായത് മുൻപ് ധീരന്മാരെന്ന് സെലക്ട് ചെയ്ത 3 പേരും ആദില നൂറ എന്നതിൽ ആദിലയും ജഡ്ജ് ആവുകയും ബാക്കി അവരവർക്ക് കൊടുത്ത ഡിബേറ്റ് വിഷയത്തിൽ അവർ സംസാരിക്കുകയും ചെയ്തു. ഇതിനകത്ത് അപ്പാനി, ശരത്ത്, അക്ബർ, റെന, രേണു ഇങ്ങനെയുള്ളവർ, ഒനീൽ എന്നിവരൊക്കെ വിജയിക്കുന്നുണ്ട്. നെവിൻ വിജയിക്കുന്നുണ്ട്. ഇവരിൽ നിന്നും 2 പേരെ പണിപ്പുരയിലേക്ക് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അവിടെ വെച്ച് ഒനീലൊക്കെ സെലക്ട് ആവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് കൊടി നാട്ടുക എന്നുള്ളതാണ്. മുൻപ് നിശ്ചയിച്ച പോലുള്ള എ ടീമും ബി ടീമും തമ്മിൽ 2 കളറുള്ള കൊടികൾ ഒരു മഡ്പിറ്റിൽ അത് പ്ലാൻ ചെയ്യുക. ഏറ്റവും അധികം കൊടികൾ നാട്ടിയ ടീം വിജയിക്കുന്നു. പക്ഷേ ഇത് ഈ ഫിസിക്കൽ ഗെയിം വളരെയധികം ഫിസിക്കലായി പോകുന്നുണ്ട്. ഇവർ ഡിബേറ്റിലും ഇതുപോലെ തന്നെ പലപ്പോഴും ചർച്ച വഴിമാറി പോകുന്നുണ്ടെങ്കിലും ബിഗ് ബോസ് പോയിന്റൊന്നും കട്ട് ചെയ്യാതെ കൊടുക്കുകയാണ്. കാരണം കണ്ടന്റോ ഇല്ല, ഫുഡെങ്കിലും ഇവർ കഴിക്കട്ടെ, വസ്ത്രമെങ്കിലും ഇടട്ടെ എന്നുള്ള രീതിയിലായിരുന്നു ബിഗ് ബോസിൻ്റെ ഇന്നത്തെ ജഡ്ജ്മെൻറ്റുകളും അനൗൺസ്മെൻറ്റുകളും വന്നത്. അതുപോലെ തന്നെ ഫിസിക്കലായിട്ടുള്ള ഈ കൊടിനാട്ടുന്ന ടാസ്കിലും ആ മഡിൽ വെച്ച് ഭയങ്കരമായിട്ടുള്ള ഫിസിക്കൽ കയ്യേറ്റം ഉണ്ടായിരുന്നു. അതിൽ ഷാനവാസ് അനീഷിനൊക്കെ വലിച്ചെറിയുന്നുണ്ടായിരുന്നു. ഷാനവാസ് മണ്ണ് വാരി ബാക്കി കണ്ടസ്റ്റൻസിനെ മുഖത്തെറിയുന്നുണ്ടായിരുന്നു. അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ബസറടിച്ച് നിർത്തിയിട്ടും ആരും ഗെയിം നിർത്തുന്നുണ്ടായിരുന്നില്ല. ബിഗ് ബോസ് തുടർച്ചയായി കണ്ടിന്യൂസ് ആയിട്ട് ഒരു സൈറൺ അങ്ങനെ ഒരു ടാസ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നിട്ട് അവരെ ലിവിംഗ് റൂമിലേക്ക് വിളിച്ചിട്ട് അതിനുള്ള പോയിന്റും കൊടുക്കുകയാണ്. അവിടെ വെച്ചും പണിപ്പുരയിലേക്ക് കയറാനുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യാൻ വേണ്ടി അനീഷിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. അവിടെ വെച്ച് പണിപ്പുരയിലേക്ക് പോകാൻ വേണ്ടി സെലക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പണിപ്പുരയിലേക്ക് കയറാനുള്ള ടാസ്കുകൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഒരിടത്തൊരിടത്ത് എന്നുള്ള സെഗ്മെന്റിൽ വെച്ചിട്ട് ഈ വിവാദമായ വിഷയം നടക്കുന്നത്. അവിടെ ഷൈത്യ തൻ്റെ കഥ പറയുന്ന സമയത്ത് ആര്യൻ വളരെ വിസിബിളായിട്ട് അദ്ദേഹത്തിന് ചിരി വരുന്നു എന്ന് പറയുന്നു. ചിരി വരുന്ന പോലെയായിട്ട് ആൾ മാറി നിലത്ത് കിടക്കുകയാണ് സോഫയുടെ പുറകിൽ. ഇത് കാണുന്ന ജിസേലിന് മുഖത്തൊരു സ്മൈലി വരുന്നുണ്ട്. ഈ സംഭവം എന്താണെന്ന് എന്താണ് ഈ ചെയ്യുന്നതെന്ന് അക്ബറും ഷാനവാസും തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നു. അത് കണ്ട് റെന ഫാത്തിമയും ഇത് നോക്കിയിട്ട് ആര്യൻ്റെ ചെയ്തികൾ കണ്ടിട്ടാണ് റെനയ്ക്കും സരികയ്ക്കും ചിരി വരുന്നുണ്ട്. സരിക അത് പ്രശ്നത്തിന് ശേഷം സരിക പറഞ്ഞു, സൈഡിൽ നിന്നുള്ള ആര്യൻ്റെ സംസാരവും ഇതും കേട്ടാണ് ചിരി വരുന്നത്. പക്ഷേ ആര്യൻ ഇതിനെ നിഷേധിക്കുകയാണുണ്ടായത്. എനിക്ക് മസിൽ പെയിൻ ആയതുകൊണ്ടാണ് എനിക്ക് അവിടെ നിവർന്ന് കിടക്കേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ട് ന്യായീകരിക്കുന്നുണ്ട്. ഇത് ചോദ്യം ചെയ്ത് അഭിലാഷിന് നേരെ അദ്ദേഹം ചെരുപ്പെടുത്തെറിയുന്നുണ്ട്. അഭിലാഷിനെ ദേഹത്ത് കൊള്ളുന്നില്ല, സൈഡിലേക്ക് മാറിപ്പോവുകയാണ്. ആ ഒരു അഗ്രശേഷം അവിടെ മാറുകയും പിന്നെ അവിടെ ചിരിച്ച റെനയും സരികയും ക്വസ്റ്റ്യൻ ചെയ്യുക. റെന ശക്തമായി പ്രതികരിച്ചതോടെ ഒനിയിലും അഭിലാഷും റെനയും നമ്മൾ അതിശക്തമായ വാക്കേറ്റം വീട്ടുകാരെ വിളിച്ചും അതുപോലുള്ള അതിശക്തമായ ഷൗട്ടിംഗ് ഉണ്ടാകുന്നു. റെന തൻ്റെ പോയിന്റ് ക്ലിയറായി പറയാൻ ശ്രമിക്കുന്നു ണ്ടെങ്കിലും റെനയുടെ ഓവർ ഷൗട്ടിംഗ് കൊണ്ട് തിരിച്ചും അതുപോലുള്ള പ്രതികരണമാണ് അഭിലാഷ് മൊനിയിലും നടത്തിയത്. പക്ഷേ ആര്യൻ ബെഡ്റൂമിൽ വെച്ചിട്ട് ശരത്തിനോട് പറയുന്നുണ്ട്, എനിക്ക് ഇച്ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല അളിയാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ രാത്രിയാകുമ്പോൾ ഡോക്ടർ ബിന്നിയോടും ബാക്കിയുള്ളവരോടും പിന്നെയും ന്യായീകരിക്കുന്നു. എനിക്ക് ഒരു ഇമോഷൻ തോന്നിയില്ല, അതിന് ഓപ്പോസിറ്റായിട്ട് റിയാക്ഷൻ വരിക, അതായത് പെയിൻ തോന്നിയപ്പോഴാണ് എനിക്ക് ചിരി വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ബിന്നി കറക്റ്റായിട്ട് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ വല്ല കൗൺസിലിംഗ് നോക്കണം. കാരണം ഒരാൾ പെയിൻ ചെയ്യുമ്പോൾ ഇത്രയും തുടർച്ചയായിട്ടുള്ള ഈ ഒരു ചിരി വരുന്നുണ്ടെങ്കിൽ നിനക്ക് കാര്യമായ എന്തോ കുഴപ്പമുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇന്നും അഭിലാഷ് ഒനിയിൽ എന്നിവർ പറയുന്നുണ്ട് ശരത്ത് ഡബിൾ സ്റ്റാൻഡാണ്, അവിടെ വെച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് ഉള്ളിൽ വീണ്ടും അവരായിട്ട് കൂട്ടായിരിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ ജിസേൽ എന്ത് ചെയ്താലും ആര്യൻ്റെ സൈഡാണ്. ഇന്നലെ തന്നെ മുടിവെട്ടാൻ ആര്യൻ സഹായിച്ചില്ല എന്ന് തന്നെ ജിസേൽ എന്ന് പറയുന്നു. അവൻ പെയിനിൽ അവൻ കരയുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആര്യനെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഹൗസിൽ നടന്നത്. ഇനി നാളെയുള്ള ടാസ്കിൽ നാളെ എന്തൊക്കെയാണ് വരാൻ പോകുന്നത്, ഇനി വീക്കെൻഡ് എപ്പിസോഡിലേക്ക് പോവുകയാണ്. പോയിന്റ് വോട്ടിങ്ങിന് വേണ്ടി ഇനി ഒരു ദിവസം മാത്രമേ ഉള്ളൂ. ഇഷ്ട കണ്ടസ്റ്റൻ്റ് വോട്ട് ചെയ്യുക. താങ്ക് യു.